ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന മൂവി ഞാൻ കാണാൻ പോയി. അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മൂവി ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പോപ്കോൺ എൻ്റർടൈൻമെൻറ്റ് മോഡിൽ കാണുകയാണെങ്കിൽ അടിപൊളി മൂവിയാണ്. നിങ്ങൾക്ക് കാശ് മുതലാകും. പിന്നെ നിങ്ങൾ ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസിക് കോമഡി മൂവീസായ ഗോഡ് ഫാദർ, അങ്ങനെ നല്ല നല്ല ഹിറ്റ് മൂവീസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ഇല്ല ഈ മൂവി. ഒരു ഗ്രേറ്റ് മൂവി അല്ല, പക്ഷേ നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്കൊരു സന്തോഷം തരുന്ന നല്ലൊരു മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ എന്നൊരു മൂവി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം, ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക്. പോസിറ്റീവ് സൈഡിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഗംഭീര ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ട്വിസ്റ്റ്. ഞാൻ ആ മോഡിലേക്ക് പോകുന്നുണ്ടായില്ല, ഒട്ടും ചിന്തിച്ച് പോകുന്നുണ്ടായില്ല. ആ ട്വിസ്റ്റ് സൂപ്പർ ട്വിസ്റ്റാണ്. അത് വെച്ചിട്ട് കുറേ നേരം നമുക്ക് ആ ഇമ്പാക്റ്റ് നമുക്ക് ആ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരത്തേക്ക് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിരുന്നത്, ഈ ചില സീൻസൊക്കെ അവർ ചില മൂവീസിനെ സ്പൂഫ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ദൃശ്യം മൂവിയുടെ ഒക്കെ റെഫറൻസ് യൂസ് ചെയ്യുന്നതും അതൊക്കെ സ്പൂഫ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ക്ലൈമാക്സിലേക്ക് കടന്നപ്പോൾ എനിക്ക് ആ സ്പൂഫായിട്ട് എനിക്ക് മാറിയില്ല എന്ന് പറയാം വേണമെങ്കിൽ. ചില മൂവീനെ റെഫറൻസ് ചെയ്ത കാര്യം പോലെ തോന്നിയത്, അതായത് ഒരു അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. ഇപ്പം പാരൻസ് ഉണ്ടായിരുന്നു മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻസൊക്കെ പറഞ്ഞത് ഇതെന്തത് ആ മൂവിയുടെ പോലെയാണുള്ള ക്ലൈമാക്സ് ഫുള്ളും കാണിച്ചുകൊണ്ടിരിക്കണേ. അതായത് അവരുടെ മൂവിയിൽ അവരുടെ മനസ്സിലത് തറച്ചിരുന്ന സീൻസാണ് അവർ ക്ലൈമാക്സ് സീനിൽ കാണിക്കുന്നത്. അത് കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതർ ദാൻ ദാറ്റ് മൂവി കുറേ നല്ല രസകരമായ കുറേ സീൻസ് ഉണ്ട്. ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ ആദ്യം തന്നെ പറയാം. പൃഥ്വിരാജും ബേസിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബേസിൽ ഭയങ്കര ഫ്ലോയിലാണ് ആക്ട് ചെയ്ത് പോകുന്നത് ആ ക്യാരക്ടറിനെ. പക്ഷേ പൃഥ്വിരാജ് നമുക്കൊരു അവിടെ വെച്ച ആൾ ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് ആവാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ പൃഥ്വിരാജിനെയാണ് അതിൽ കാണുന്നത്. അനന്തേട്ടൻ എന്ന ക്യാരക്ടറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണില്ല. നമ്മുടെ മനസ്സിൽ ഫുൾ ടൈം നമ്മുടെ മുന്നിൽ പൃഥ്വിരാജാണ് ഇരിക്കുന്നത് എന്നൊരു തോന്നൽ തന്നെയാണ് ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ബേസിൽ ജോസഫിൻ്റെ ആ ക്യാരക്ടർ ആൾ നല്ല രസമായിട്ട് ആ ഫ്ലോയിൽ തന്നെയാണ് ആക്ട് ചെയ്ത് തീർത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് പോലെ ഇതിൽ കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുണ്ട്. നമ്മൾ പഴയ മൂവീസിലൊക്കെ പറയും ജഗതി, സലീംകുമാർ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അവർക്കൊരു സ്പേസ് കൊടുക്കും, അവരതിൽ തകർത്ത് അഴിഞ്ഞാൾ അടിപൊളിയാക്കി തരുന്ന രീതി, ആ മെത്തേഡ് തന്നെയാണ് ഇതിൽ ശ്രമിച്ചിരിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സിനെ അവർ ഈ മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവർക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലർ മാത്രമേ എനിക്ക് അത്രയ്ക്ക് ഏറ്റുള്ളൂ ആ പെർഫോമൻസുകൾ. ചിലത് അത്രത്തോളം, ചിലതൊക്കെ ചെറിയ ക്രിഞ്ച് അടിക്കുന്ന പോലെ തോന്നി. പിന്നെ ചിലതൊക്കെ യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ തോന്നി. കഥയിലൊക്കെ യോഗി ബാബുവിനൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് അധികം ഉണ്ടായില്ല. പിന്നെ നല്ല ആക്ടേഴ്സായ ജഗദീഷ്, ബൈജു, അവരൊക്കെ ടൈമിങ്ങിൻ്റെ ആശാന്മാരാണ്. അവരൊക്കെ കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഓൾറെഡി കുറേ സ്പേസ് എന്താ പറയുക സ്കെലറ്റൻ ഉണ്ട്, കഥയുടെ നല്ലൊരു ത്രെഡ് ഉണ്ട്. അതിൽ അവർക്ക് നന്നായിട്ട് കുത്തിക്കയറ്റാമായിരുന്നു എന്നൊരു തോന്നൽ വന്നു പോയി മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ ഇതൊന്നും ഒരു കാരണമല്ല ആ മൂവി കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. നല്ലൊരു മൂവി തന്നെയാണ്. പിന്നെ ഇതിലെ ലേഡി ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ് രണ്ടുപേരുടെയും. ടുവേഴ്സ് ദി എൻഡ് വന്നപ്പോഴത്തേക്കും അവർക്കൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ, അതായത് അവർക്ക് ചില കൺഫ്യൂഷനൊക്കെ വന്നു ഒരു ലേഡി ക്യാരക്ടറിൻ്റെ റോളിന്. അത് അവസാനം എന്താണ് നടന്നത് അതൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ആ ക്യാരക്ടറിന്. പിന്നെ പുതിയ കോമഡി ആർട്ടിസ്റ്റുകളിൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷിരാജിൻ്റെ ആ ക്യാരക്ടർ എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് തോന്നി. കുറേ കാര്യങ്ങൾ, ആളുടെ മാനറിസംസും കുറേ ഡയലോഗ്സൊക്കെ അവർ യൂസ് ചെയ്തത്. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോൾ ആളെ യൂട്ടിലൈസ് ചെയ്ത് അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ മായൻകുട്ടി അതും ചിലയിടങ്ങളിലൊക്കെ കുഴപ്പമില്ല. അവസാനം ആ കല്യാണ ദിവസത്തിലേക്ക് വരുത്തിക്കുന്നത് അത് അത്രത്തോളം എഫക്റ്റീവ് ആയില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സാണ്. ആ ക്ലൈമാക്സ് അമ്പലം നടയിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതൊരു വേറൊരു മൂവിയുടെ സ്പൂഫ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അതൊരു ഇൻസ്പയർഡ് പോലെ തന്നെയാണ് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കുറച്ചുകൂടി ഐറ്റംസ് കയറ്റാമായിരുന്നു. കുറച്ചുകൂടി പ്രിയദർശൻ മൂവീസിലൊക്കെ കാണിക്കുന്ന ആ ഫോർമുല യൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സെറ്റ്. അവർ പറഞ്ഞിരുന്നു സെറ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ ഡയറക്ടർ തന്നെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ വന്നിട്ട് തൊഴുതി പോകുന്നതായിട്ട് കാണിക്കേണ്ട ഒരു പുള്ളിക്കാരി വന്നിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ആ സെറ്റിൽ അതുപോലെ എഫക്റ്റീവായിരുന്നു. ശരിക്കും ഒരു അമ്പലം തന്നെയാണ് അവരവിടെ നല്ല രസമായിട്ട് തന്നെ സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ക്രൂ തന്നെ പറയുന്നുണ്ട്, ഒരു ചെക്കനും പെണ്ണിൻ്റെയും ഒളിച്ചോട്ടം തന്നെ ഈ മൂവിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ ക്രൂവിലെ രണ്ടുപേരുടെ കാര്യം തന്നെ അവർ ഫുൾ ടൈം ഒരു അമ്പലത്തിൻ്റെ അവിടെയും ആ
അറ്റയറിലാണ് അവരവിടെ നിന്നിരുന്നത്. ഗ്രാജുവലി അവരെ പോലെ പ്രണയം വരികയും അവർ ഒളിച്ചോടി പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും തോന്നുന്നു അവന് അത്രത്തോളം നല്ല രസമായിട്ട് ആ അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സെറ്റും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ടെക്നിക്കൽ കാര്യം എന്ന് പറയുന്നത് മ്യൂസിക് ആക്ച്വലി ഭയങ്കര ജീവൻ കൊടുക്കുന്നുണ്ട് ഈ മൂവിക്ക്. മൊത്തത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ മ്യൂസിക്കാണ് ഇപ്പോൾ ഒരു ഫില്ലേഴ്സായിട്ട് നന്നായിട്ട് രസമായിട്ട് യൂസ് ചെയ്തത്. മ്യൂസിക് അത്രത്തോളം എനർജിയുള്ള മ്യൂസിക് ആയിരുന്നില്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് വരുന്നതല്ലേ നമുക്ക് തോന്നിയേനെ. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് അതാണ് കുറച്ചുകൂടി ഗ്യാപ്പ് വന്നേനെ. ഇപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മ്യൂസിക് അവിടെ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പാട്ടുകളുടെ കാര്യത്തിൽ പോവുകയാണെങ്കിൽ അജു വർഗീസ് പാടിയ പാട്ട് ആ മൂവിക്ക് നല്ലൊരു എനർജി തന്നെയാണ് ക്ലൈമാക്സ് നൽകുന്നത്. പിന്നെ ഒരു കല്യാണ പാട്ടുണ്ട്. ആ കല്യാണ പാട്ട് എവിടേക്കോ കേട്ട് പരിചയമുള്ള ഒരു പാട്ട് പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിൽ തന്നെയാണ് ആ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ BGM രസമാണ്. മൂവീന് മൊത്തത്തിൽ ഒരു എനർജി, അതായത് മൂവീനെ വേറെ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു എനർജി തരുന്ന ഒരു മൂവിയായിട്ട് മാറ്റുന്നത് മ്യൂസിക് തന്നെയാണ്. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സ്ഥലങ്ങളിൽ നല്ല സ്പ്ലിറ്റ് സ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് കണ്ടു. അത് നല്ല രസമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ അനുശ്വരാജിനും ബേസിൽ തമ്മിലുള്ള കോൺവെർസേഷനും പിന്നെ പല സ്ഥലത്തും സ്പ്ലിറ്റ് സ്ക്രീൻസ്, ഒരു ട്വിസ്റ്റിൻ്റെ അവിടെ യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ക്രീനും അങ്ങനെ പല രസമായിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് നല്ല എനർജറ്റിക് എഡിറ്റിംഗ് തന്നെയാണ്. നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അതിന് ക്യാമറ വർക്കും കളർ ഗ്രേഡിങ്ങും ഒക്കെ, കളർഫുൾ കളർ ഗ്രേഡിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ മൂവിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവർ ടെക്നിക്കൽ സൈഡ് പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ റേറ്റ് വെക്കുകയാണെങ്കിൽ ഒരു 7.5, 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്, നല്ല മൂവിയാണ്. പക്ഷേ ഗ്രേറ്റ് അല്ല. നമ്മൾ ഗോഡ് ഫാദർ അതൊക്കെ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഒരു കോമഡി മൂവി. ഡയറക്ടർ പറഞ്ഞ പോലെ ഒരു പോപ്കോൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എന്തായാലും കാശ് മുതലാവും. നിങ്ങൾ ഈ മൂവി കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.